നിന്റെ ശത്രു നിനക്കെതിരായി കാത്തിരിക്കുമ്പോ, കാത്തിരുന്നവർ കൂടിയാലോചന കഴിക്കുമ്പോ, നിന്റെ പ്രാണനെതിരെ കാത്തിരുന്ന് കൂടിയാലോചന കഴിക്കുമ്പോ, നീ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ കഴുകന്മാരെ പോലെ ശത്രുവിന്റെ മുൻപിൽ, നിന്ദിക്കുന്നവരുടെ മുൻപിൽ, അപമാനിക്കുന്നവരുടെ മുൻപിൽ, നിനക്കെതിരെ കൂടിയാലോചിക്കുന്നവരുടെ മുൻപിൽ ചിറകടിച്ച് ഉയരത്തക്ക നിലയിൽ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുമെന്ന് ഒരു പക്ഷിയെ പോലെ പ്രതിസന്ധിക്ക് മുകളിലൂടെ, പ്രതികൂലത്തിന് മുകളിലൂടെ, നിന്ദകൾക്ക്, അപമാനങ്ങൾക്ക്, പരിഹാസത്തിന് മുകളിലൂടെ ഒരു പക്ഷിയെ പോലെ ചിറകടിച്ച് ഉയരത്തക്ക നിലയിൽ ദൈവം നിന്റെ മുഖത്തെ ആദരിക്കുമെന്ന്, ദൈവം നിന്നെ പണിയുമെന്ന് ഇന്നലെ പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. എന്റെ ശത്രുക്കൾ എനിക്കെതിരെ കൂടിയാലോചിക്കുന്നു, എന്റെ പ്രാണനെതിരെ അവർ കൂടിയാലോചിക്കുന്നു, എങ്കിലും ഞാൻ യഹോവയെ കാത്തിരിക്കുന്നു. കാത്തിരുന്ന് ശക്തി പ്രാപിക്ക് ഒരു കഴുകനെ പോലെ ചിറകടിച്ച് ശത്രുവിന്റെ കൂടിയാലോചനയ്ക്ക് മുകളിലൂടെ, ശത്രുവിന്റെ നിന്ദകൾക്ക് മുകളിലൂടെ ചിറകടിച്ചു വരുമെന്ന് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇന്നലെ വ്യക്തമാക്കുമ്പോ ഇന്നലെ ആത്മാവിനെ പ്രവചിച്ചു പറയുക. നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അപമാനിക്കുന്നവർ അപമാനിക്കട്ടെ. കാത്തിരിക്കാൻ നീ തയ്യാറാണോ? ഒരു പക്ഷിയെ പോലെ നിന്നെ ചിറകടിപ്പിച്ച് അതിന്റെ മുകളിലൂടെ പറക്കുക, നിന്നെ പ്രാപ്തരാക്കുന്ന. യെസ്, ശത്രുവിന്റെ കൂടിയാലോചനയ്ക്ക് മുൻപിൽ തളർന്നു പോകാൻ ദൈവത്തിനെ അനുവദിക്കത്തില്ലെന്ന്, ക്ഷീണിച്ചു പോകാൻ ദൈവത്തിനെ അനുവദിക്കത്തില്ലെന്ന്. ഒരു പക്ഷിയെ പോലെ അതിന്റെ മുകളിലൂടെ നീ പറക്കുക. ഒരു പക്ഷിയെ പോലെ നീ അതിന്റെ മുകളിലൂടെ പറന്നുയരോ. ക്ഷീണിച്ചു പോകാനാ ശത്രു നിനക്കെതിരെ കൂടിയാലോചിക്കുന്നത്, നിന്നെ തളർത്താനാണ് ശത്രു നിനക്കെതിരെ കൂടിയാലോചിക്കുന്നത്, നിന്റെ പ്രാണന് കെണിവെക്കാൻ